ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, ഒരുമാതിരി പെട്ടെന്ന് നമ്മുടെ ഇടയിലുള്ള എല്ലാവർക്കും ഒരു പ്രശ്നമാണ് ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ അല്ലേ. ചിലവർക്ക് കുളി കഴിഞ്ഞിട്ടാവാം, ചിലവർക്ക് അല്ലാണ്ടും ചൊറിയും, പിന്നെ കാല് ചൊറിയും, കൈ ചൊറിയും, പുറം ചൊറിയും, അങ്ങനെ കുളി കഴിയുമ്പോൾ ചൊറിയും, അങ്ങനെ ഒത്തിരി ഒത്തിരി ചൊറിച്ചിലുകൾ ആൾക്കാരെ ഫേസ് ചെയ്യുന്നുണ്ട്. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ, കുളി കഴിഞ്ഞ് ചൊറിച്ചിലുണ്ട്, എന്ത് ചെയ്യണമെന്നൊക്കെ. അതിനൊക്കെ ഞാൻ റിപ്ലൈ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊതുവായിട്ട് ഇങ്ങനെ ശരീരം ചൊറിച്ചിൽ മൂലം ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ചെറിയ ചെറിയ ടിപ്സുമായിട്ട് ഹോം റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഈ ചൊറിച്ചിലിന് പല കാരണങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ വെറുതെ അല്ലാതെ ചൊറിച്ചിൽ, ചിലവരുടെ ചില അസുഖങ്ങൾ, പ്രമേഹം, അതുപോലെ പിന്നെ ഫംഗൽ അണുബാധ, പിന്നെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി കുറയുന്നത് കൊണ്ട്, വൃക്ക രോഗമുള്ളവർക്ക്, കരൾ രോഗമുള്ളവർക്ക്, അങ്ങനെ പലവിധ രോഗങ്ങൾ ഉള്ളവർക്ക് അതിൻ്റെ ഒരു ചില മരുന്നുകളുടെയോ അല്ലെങ്കിൽ പിന്നെ തുടർച്ചയായിട്ട് ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചോ നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയ കുറയുന്നതുകൊണ്ടൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. പിന്നെ ചിലവർക്ക് പ്രായമാകുമ്പോൾ, പ്രത്യേകിച്ച് വലിയ അസുഖങ്ങളൊന്നുമില്ല എങ്കിലും പ്രായമാകുമ്പോൾ ചിലവരെ സംബന്ധിച്ച് ഭയങ്കര ചൊറിച്ചിൽ എന്ന് പറയാറുണ്ട്. അത് സ്കിൻ ഡ്രൈ ആവുന്ന, കോലാജൻ്റെ കുറയുമ്പോൾ സ്കിൻ ഡ്രൈ ആവുമ്പോഴാണ് ഈ പ്രായമായുള്ളവർക്കുള്ള ചൊറിച്ചിൽ വരുന്നത്. സ്കിൻ ഡ്രൈ ആവും മാത്രമല്ല, സ്കിൻ അങ്ങ് തിന്നാവുകയും ചെയ്യുമല്ലോ ഒരു പ്രായം കഴിയുമ്പോൾ. അപ്പം അങ്ങനെ പല വിധത്തിലുള്ള ചൊറിച്ചിലുകളാണ് നമുക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന എന്തെല്ലാം ടിപ്സാണ് ഉള്ളതെന്നുള്ള ഇന്നത്തെ എൻ്റെ പോസ്റ്റ് മെയിനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന്, ഈ ചൊറിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ ഇട്ടങ്ങോട്ട് ചൊറിഞ്ഞ് അത് വഷളാക്കരുത്. അതാണ് ആദ്യം പറയാനുള്ളത്. നമുക്ക് ചൊറിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അത് ചൊറിഞ്ഞ് അതങ്ങോട്ട് കൂടിപ്പോകുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നോ, ഒരു ഐസ് ക്യൂബ് എടുത്ത് ഒരു ടവലിൽ പൊതിഞ്ഞ് ആ ഭാഗങ്ങളിൽ അങ്ങോട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ആ തണുപ്പിക്കുമ്പോൾ ആ ചൊറിയാനുള്ള ടെൻഡൻസിയും കുറയും, ആ ഇൻഫ്ലമേഷനും കുറയും. അത് പെട്ടെന്ന് നല്ലൊരു പിന്നെ റിസൾട്ട് കിട്ടും ഈ ഐസ് ക്യൂബ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെയുണ്ട്, നമുക്ക് ഇപ്പം നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയി പിന്നെ ഡോക്ടറെയൊക്കെ കണ്ട് മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ പിന്നെ ഓയിൻമെൻറ്റ്, ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നു കാണുമല്ലോ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചാൽ മതി. കലാമിൻ ലോഷൻ, അപ്പോൾ ഇതെല്ലാം റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുമ്പോഴുള്ള ഗുണം, നമ്മളിതെടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ തണുത്തിരിക്കും അല്ലേ. അപ്പോൾ അത് നമുക്ക് കൂടുതൽ നമുക്ക് ഗുണം കിട്ടും. ചൊറിയാനുള്ള ടെൻഡൻസി കുറഞ്ഞു കിട്ടും. അതാണ് ഈ ഐസ് പ്രയോഗത്തിൻ്റെ ഗുണം കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്നോ, പിന്നെ ചില ഈ സോറിയാസിസ് അതുപോലെ അങ്ങനെയുള്ളവരുടെ ഒരു അല്ലാണ്ടുള്ളൊരു ചൊറിച്ചിലുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താണെന്നോ, വെള്ളത്തിൽ ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് അത് വല്ല ടവല് മുക്കി ഈ ഭാഗങ്ങളിലൊക്കെ അങ്ങ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ നീർവീക്കവും കുറയും, അതുപോലെ ആ ചൊറിച്ചിലും കുറയും, വളരെ ആശ്വാസം നിങ്ങൾക്ക് കിട്ടും. അതാണ് രണ്ടാമത് എനിക്ക് പറഞ്ഞു തരാനുള്ളത് കേട്ടോ. പിന്നെ മൂന്നാമതായിട്ട് പറഞ്ഞു തരാനുള്ളത്, മഞ്ഞളിട്ട് കാച്ചിയ വെളിച്ചെണ്ണ. അത് ബെസ്റ്റാണ് കേട്ടോ. മഞ്ഞൾ എല്ലാവർക്കും അറിയാമല്ലോ, ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ്, ആൻറ്റി മൈക്രോബയലാണ്, അങ്ങനെ എല്ലാ ആൻറ്റിയാണ് മഞ്ഞൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വെളിച്ചെണ്ണ കാച്ചുമ്പോൾ അതിൽ ഒരു കഷ്ണം മഞ്ഞളിട്ട് കാച്ചി അവിടെ വെച്ചിരുന്നു, അതും ഫ്രിഡ്ജിൽ വെച്ചോളൂ. അപ്പോൾ നിങ്ങൾക്കത് അപ്ലൈ ചെയ്താലും വളരെ ആശ്വാസം കിട്ടും കേട്ടോ. ഒന്ന് ശ്രമിച്ചു നോക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, മഞ്ഞളിനി നിങ്ങൾക്കൊരു കഷ്ണം കിട്ടാനില്ലെങ്കിൽ മഞ്ഞൾ പൊടിയിട്ടാലും മതി കേട്ടോ. അത് വെളിച്ചെണ്ണ നമ്മൾ അതിൻ്റെ തിളപ്പിക്കുമല്ലോ നമ്മൾ, പിന്നെ സിമ്മ് കുറച്ചിട്ട് തിളപ്പിച്ചാൽ മതി കേട്ടോ, അല്ലാണ്ട് പെട്ടെന്ന് ഇങ്ങനെ തിളയ്ക്കണ്ട. അപ്പോൾ ചെറിയ ചൂടിൽ അതിങ്ങനെ ചൂടായി അതിൻ്റെ പതയൊക്കെ പോയി വരുമ്പോൾ ഇറക്കി വെച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി. ഇതും നമുക്ക് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ആവശ്യാനുസരണം ഉപയോഗിക്കാം. അടുത്തതായിട്ട്, ഈ കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴുള്ള ശരീരത്തിലുണ്ടാകുന്ന ഇച്ചിങ് ഉണ്ടല്ലോ, അതിന് ഏറ്റവും നല്ലത് എന്താണെന്നോ, നമ്മൾ കുളിക്കുന്ന വെള്ളം, ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഒരു അര സ്പൂൺ സോഡാപ്പൊടി ഇട്ട് നിങ്ങൾ കുളിച്ച് കഴിഞ്ഞാൽ ഈ കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴുള്ള നമ്മുടെ ഇച്ചിങ്ങൊക്കെ പിന്നെ കൂടാതെ ഇരിക്കാനും വരാതിരിക്കാനും അതിനെ
നമുക്ക് മിനിമൈസ് ചെയ്യാനും എല്ലാത്തിനും നല്ല. ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചെയ്യാനുള്ളത് എന്താണെന്നോ, ഫ്രിഡ്ജിൽ നമ്മൾ മോയ്സ്ചറൈസർ വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. ആ ചെറു നനവോടുകൂടി അതെടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴുള്ള ആ ചൊറിച്ചലിന് ശമനം കിട്ടും കേട്ടോ. പിന്നെ വേറെ നമുക്ക് ഓട്സ് ബാത്ത് ചെയ്യാം കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു 2 കപ്പ് വെള്ളത്തിൽ ഒരു 2 സ്പൂൺ ഓട്സ് ഇട്ട് അവിടെ വെച്ചിരിക്കുക. എന്നിട്ട് ഇത് വെച്ച് നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് കഴുകി, അതങ്ങനെ അധികം പിന്നെ ഉണങ്ങൊന്നും വേണ്ട, തുടയ്ക്കൊന്നും വേണ്ട, അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാൻ. അതും നമ്മൾ ചൊറിച്ചൽ കുളി കഴിയുമ്പോൾ കൂടുന്നവർക്ക് ഇല്ലാതിരിക്കാനുള്ള ഒരു റെമഡിയാണ് ഈ ഓട്സ് ബാത്തും. അതുപോലെ തന്നെ പിന്നെ നേരത്തെ സോഡാപ്പൊടി കേട്ടോ, ബേക്കിംഗ് സോഡ ഇട്ടുള്ള കുളിയും ഏറ്റവും നല്ല 2 റെമഡീസാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ കർപ്പൂരം ചേർന്ന എണ്ണകൾ, അതുപോലെ യൂക്കാലിപ്റ്റസ് ചേർന്ന എണ്ണകൾ ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നതും ശരീരം തണുപ്പിക്കുക, അതാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെയൊക്കെ അടങ്ങിയിരിക്കുന്ന പ്രോപ്പർട്ടീസിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലുള്ള ഇച്ചിങ് കുറയാനും ഇൻഫ്ലമേഷൻ കുറയാനും ശരീരത്തിലെ ഒരു എന്താ പറയുക, ആ ചൂട്, അങ്ങനെ ആവി, ആ ഒരു തണുപ്പ്, ഹീലിംഗ്, അതാണ് അതിൻ്റെ ഒരു വേർഡ് കേട്ടോ. അപ്പോൾ ഹീലിംഗ് പ്രോപ്പർട്ടീസ് കൂടുതലുള്ളതാണ് ഈ എണ്ണകളിലെല്ലാം. അപ്പോൾ ഇങ്ങനെയുള്ള എണ്ണകളും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ റെമഡി കിട്ടിയേ കാരണവും കിട്ടി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ആദ്യം തന്നെ പറയാനുള്ളത് വെള്ളം കുടിക്കണം കേട്ടോ. ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും ഈ വക പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർ കുടിച്ചിരിക്കണം. അളന്ന് കുപ്പിയിലാക്കി നമ്മൾ വെച്ച് അത് കാണുമ്പോൾ അപ്പോൾ നമ്മൾ എടുത്തു കുടിക്കുക. അല്ലാണ്ട് വെറുതെ എവിടെയെങ്കിലും വെള്ളം വെച്ചിട്ട് വെള്ളം കുടിച്ചില്ല എന്നുള്ള ഇത് വരുത്. നമ്മൾ കാണുന്ന സ്ഥലത്ത് ഒരു കുപ്പിയിൽ വെള്ളം വയ്ക്കുക, എന്നിട്ട് അത് നമ്മൾ അളന്ന് കുടിക്കുക. എന്നാലാണ് ആ അളവ് ശരിയാവുള്ളൂ കേട്ടോ. അത് ഞാൻ എടുത്ത് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ 3 ലിറ്റർ വെള്ളം കുടിക്കുന്നു. പിന്നെ നിങ്ങൾ ചെയ്യാനുള്ളത്, മഞ്ഞൾ, നിങ്ങളുടെ ആഹാരത്തിൽ മഞ്ഞൾ കൂടുതലായിട്ട് ഉപയോഗിക്കണം. അതുപോലെ ആപ്പിൾ നല്ലതാണ്, പിന്നെ ഉള്ളി വർഗ്ഗങ്ങൾ നല്ലതാണ്, കേബേജ് വർഗ്ഗങ്ങൾ നല്ലതാണ്. ഇതൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ പിന്നെ ഫുഡിൽ ഉൾപ്പെടുത്തണം. പിന്നെ ആപ്പിള് കഴിക്കണം, പൈനാപ്പിൾ നല്ലതാണ്. പക്ഷേ പൈനാപ്പിളിനൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് പൈനാപ്പിൾ അലർജി ഉണ്ട്, അങ്ങനെയുള്ളവർ കഴിക്കണ്ട. പൈനാപ്പിൾ കഴിക്കുമ്പോൾ ഇങ്ങനെ ചൊറിച്ചിൽ എന്നൊക്കെ പറയുന്നവർ അത് കഴിക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പൈനാപ്പിൾ അങ്ങനെ കഴിക്കാം. പിന്നെ ഈ കോലാജൻ മൂലം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന പിന്നെ പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ ചൊറിച്ചിൽ, അതിന് നിങ്ങൾ നോൺ വെജ്, അതുപോലെ എഗ്ഗ്, സീഡ്സ്, നട്ട്സ് തുടങ്ങിയുള്ള ഇതൊക്കെ നിങ്ങളുടെ സൂപ്പ്, ഇതെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ കോലാജനെ ബൂസ്റ്റ് ചെയ്യുന്നതിനും സ്കിന്നിൻ്റെ ആ ചൊറിച്ചിൽ പോകുന്നതിനെല്ലാം ഹെൽപ്പ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരീരത്തിലുണ്ടാവുന്ന ചൊറിച്ചൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ പിന്നെ നാച്ചുറൽ റെമഡീസ് മാത്രം വെച്ചുകൊണ്ടിരിക്കേണ്ട, നല്ല ഡോക്ടർമാരെ കാണണം. അവർ ടെസ്റ്റ് ചെയ്യണം, അലർജി പ്രശ്നമുണ്ടോ, ഇനി അമിതവണ്ണമാണോ, അങ്ങനെയുള്ള പ്രമേഹം, അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നിങ്ങൾ പിന്നെ നിങ്ങൾ ഇപ്പോൾ ഡോക്ടർമാർ തരുന്നതാണെങ്കിലും നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ നാച്ചുറൽ റെമഡീസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പോസ്റ്റ് ഇഷ്ടമായല്ലോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഓക്കെ, എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.